അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA KPCC പ്രസിഡന്റായി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA KPCC പ്രസിഡന്റായി എന്ന ക്യാപ്ഷൻ കണ്ട് നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം, അതെന്താ സണ്ണി ജോസഫ് ഇപ്പോൾ KPCC പ്രസിഡന്റ് അല്ലേ എന്ന്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലായിരുന്നു. അദ്ദേഹം പലരുടെയും നിഴലിലായിരുന്നു. KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ നിഴലിലായിരുന്നു അദ്ദേഹം. എല്ലാവരോടും വളരെയേറെ സൗമ്യമായി പെരുമാറുന്ന ഇദ്ദേഹത്തിൻ്റെ സൗമ്യത പലപ്പോഴും കൂടിപ്പോകുന്നോ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് കസേരയിലിരിക്കുമ്പോൾ സൗമ്യതയൊക്കെ നല്ലതാണ്, പക്ഷേ അതിരുവിടരുത് എന്ന് മാത്രം. അല്ലെങ്കിൽ ചിലർ അത് മുതലെടുത്തേക്കാം. കഴിവില്ലാത്തവനെന്ന് അദ്ദേഹത്തിന് പേരും വീഴാം. KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ കഴിവുള്ള ഒരാൾ വന്നു എന്ന് ഞങ്ങൾക്ക് ഇന്ന് തോന്നുവാൻ കാരണം KPCC ആസ്ഥാനത്ത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ 2 പത്രസമ്മേളനങ്ങൾ ഇന്ന് നടത്തുകയുണ്ടായി. KPCCയുടെ പ്രധാന ഭാരവാഹികളെല്ലാം തന്നെ ചേർന്നാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. പ്രിയദർശിനി സാഹിത്യ സംഗമവും ഉദ്ഘാടനവും, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾക്കുള്ള ആദരസമർപ്പണം, കാലിക പ്രസക്തമായ പ്രിയദർശിനിയുടെ പുസ്തക പ്രകാശനം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിനെതിരെയുള്ള പ്രതികരണം ഒക്കെയായിരുന്നു ഈ പത്രസമ്മേളനത്തിൻ്റെ ലക്ഷ്യം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തിരഞ്ഞെടുക്കപ്പെട്ട KPCC ഭാരവാഹികളും മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പൊളിച്ചെടുക്കാമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ കാര്യമായ ചുമതലകളില്ലാത്ത മരവാഴകൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർ വക്താക്കളുടെ വേഷം കെട്ടി ദയവായി ഇറങ്ങരുത്. ഹൈക്കമാൻഡൻ KC വേണുഗോപാലും കളത്തിലിറങ്ങി കളിക്കേണ്ട കാര്യമില്ല. ഇവിടെ കഴിവുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ അത് ചെയ്യട്ടെ. ഇന്ന് നടന്ന ആ പത്രസമ്മേളനം ITV ന്യൂസ് ലൈവായി നൽകിയിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണുക. കേരളത്തിന്റെ ജനജീവിതത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്ന തരത്തിൽ ആരോഗ്യ മേഖലയിലെ സർക്കാർ സംവിധാനങ്ങളുടെ ദയനീയമായ തകർച്ചയും ഗുരുതരമായ പരാജയങ്ങളുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ആരിസ് ചതക്കൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപിൽ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ അദ്ദേഹം അത് പറയാൻ നിർബന്ധിതനായിരിക്കുന്നു. ലജ്ജയോടെയാണ്, വേദനയോടെയാണ്, തലകുനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയാൻ. രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ അതിൽ പരാജയപ്പെടുമ്പോൾ, അത്യാവശ്യ സർജറി ഉപകരണങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അതിൽ പരാജയപ്പെടുമ്പോഴുള്ള മനോവിഷമമാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനാക്കിയത്. അതിനെ അംഗീകരിച്ചുകൊണ്ട്, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം ഒരവസ്ഥയല്ല, കേരളത്തിലെ പൊതു അവസ്ഥയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എല്ലാം തന്നെ മരുന്ന് ക്ഷാമം അനുഭവപ്പെടുന്നു. ഉപകരണങ്ങളില്ല, ഡോക്ടർമാരില്ല, സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ തീരെയില്ല. ഈ പ്രതിസന്ധിയിൽ തന്നെയാണ് സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് വളരെ ഭാരിച്ചതാണ്. അത് താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ ശരണം തേടുന്നത്. അവര് ഇന്ന് ഗത്യന്തരമില്ലാതെ അവര് വലിയ പ്രതിസന്ധിയിലാണ്. അവരിൽ നിന്ന് പിരിവെടുത്ത് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഒരു ദുരവസ്ഥയാണ് ഈ ഡോക്ടർ ആരിസ് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉൾക്കൊണ്ട്, അത് അംഗീകരിച്ച്, അത് തിരുത്തുന്നതിന് പകരം അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹത്തെ ശാസിച്ച് വരുതിയിൽ നിർത്താനുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ആദ്യ 2 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു, പ്രതികരിച്ചില്ല. ആരോഗ്യമന്ത്രി ഉരുണ്ടുകളിക്കാൻ ശ്രമിച്ചു, പക്ഷെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ വകുപ്പിനെയും വെള്ളപൂശാനാണ് ഡോക്ടർ ഹാരിസിന്റെ സ്റ്റേറ്റ്മെന്റിനെതിരായിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപനവുമായിട്ട്, പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അതിനെ കാണുന്നത് എങ്ങനെയാണ്? പ്രൊഫഷണൽ സൂയിസൈഡ്. ഇതെന്റെ ഔദ്യോഗികമായ വാക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന വാക്കിലേക്ക് അദ്ദേഹം എത്തിച്ചേരാൻ നിർബന്ധിതമായതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയവേദനയാണ്. പറഞ്ഞ വിഷയത്തിലെ ആത്മാർത്ഥ, സത്യസന്ധത, അദ്ദേഹത്തെ മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
എത്രയോ ഡെഡിക്കേറ്റഡ് ആയ ഡോക്ടർ, സിൻസിയർ ആയ ഡോക്ടർ, കർമ്മനിരതനായ ഡോക്ടർ. ആ ഡോക്ടർ ഇത് പറയാൻ നിർബന്ധിതനായി മറ്റ് താല്പര്യങ്ങളില്ലാത്തൊരു വ്യക്തി, പലപ്പോഴും സർക്കാരിനെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടൊരു വ്യക്തിയാണ് ഈ ദുരവസ്ഥ പറയാൻ നിർബന്ധിതനായത്. അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിഴുങ്ങിക്കാൻ മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും നടക്കില്ല. ആരോഗ്യ മേഖലയുടെ ദയനീയ അവസ്ഥ പ്രതിപക്ഷം നിയമസഭയിൽ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ PC വിശ്വനാഥ് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മാർച്ചിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ, തകർച്ച അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു, അവതരിപ്പിച്ചു സഭയിൽ. അവതരണാനുമതി തേടി സംസാരിച്ചു. ഗവൺമെന്റ് അത് ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായില്ല. അത് അന്ന് ആരോഗ്യ വകുപ്പ് ആ വിഷയം, ഗൗരവമേറിയ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കുറെ കൂടി ഇതിന്റെ വസ്തുതകൾ അന്ന് തന്നെ പ്രതിപക്ഷത്തിന്റെ നിയമസഭയിൽ അതിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കുറെ കറക്റ്റീവ് മെഷേഴ്സ്, റെമഡിയൽ മെഷേഴ്സ് കുറച്ചെങ്കിലും എടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുമായിരുന്നു. പക്ഷെ സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിന്റെ ഫലമായിട്ട് അത് ഡിസ്കസ് ചെയ്യാതെ കോഴിക്കോട് എം കെ രാഘവൻ നിരാഹാരം കിടന്നു. സിദ്ദിഖ് അവിടെ എന്താണ്, അവിടെ ഒരു യുവതിയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക അവരുടെ വയറ്റിലിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. മഞ്ചേരിയില് നിരന്തരമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് അവിടെ സമരം ഉണ്ടായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തുടങ്ങിയതാണ് ഈ മെഡിക്കൽ കോളേജിലും എല്ലാ ജില്ലയിലും. ആദ്യം 5 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ജില്ലകളിലും കേരളത്തിൽ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയില്ല. അതിനെല്ലാം LDFന്റെ ഗവൺമെന്റ് വന്ന് അതിനെല്ലാം ഞെരുക്കി കൊല്ലാനും അവഗണിക്കാനും അതിനെ ജനകീയമല്ലാതാക്കാനുമാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെയാണ് കോൺഗ്രസിന്റെ 1ാം ഘട്ട സമരം നടത്തിയത്. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഈ വെല്ലുവിളി, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തിരുത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ വിഴുങ്ങിക്കാം എന്ന് മുഖ്യമന്ത്രി കരുതുന്നെങ്കിൽ തെറ്റുപറ്റി. അത് ജനങ്ങളുടെ ഡൊമൈനിലുണ്ട്, പബ്ലിക് ഡൊമൈനിൽ ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് നടത്തിയ സമരം ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത്. ആ സമരത്തിന് എല്ലാ സ്ഥലത്തും നല്ല വിജയമാക്കി മാറ്റാനുള്ള നല്ല പ്രതികരണമാണ് സമരത്തോടുണ്ടായിരുന്നത്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സർക്കാർ ഇപ്പോഴും ഈ വിഷയത്തെ തികഞ്ഞ അവഗണനാ മനോഭാവത്തോടെ കാണുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ സർക്കാരിന്റെ അവഗണനാ നയം അവസാനിപ്പിക്കണം, തെറ്റുകൾ തിരുത്തണം, ആരോഗ്യരംഗം ശാക്തീകരിക്കണം, കുറ്റമറ്റതാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് താലൂക്ക് ആശുപത്രികളുടെ മുൻപിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം 8-ാം തീയതി ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 8-ാം തീയതി എല്ലാ ബ്ലോക്കും 280-ലധികം വരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ അതിന്റെ ഡെവലപ്മെന്റ് അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നത്. പിന്നെ പുതിയ DGP നിയമനവുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ അണികളെയും രക്തസാക്ഷി കുടുംബങ്ങൾ എന്ന് അവർ പറഞ്ഞവരെയും ഇതിന്റെ ന്യായീകരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. ദേവദാ ചന്ദ്രശേഖർ DGP ആകാൻ എന്തുകൊണ്ടും സദാ യോഗ്യൻ, മറ്റവരെ എല്ലാവരെക്കാളും യോഗ്യൻ എന്ന ഗവൺമെന്റിന്റെ കണ്ടെത്തൽ P. ജയരാജനെങ്കിലും ബോധ്യപ്പെടുത്തിയാണ്. CPM നേതാവ് P. ജയരാജനെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? പുത്തുപറമ്പിലെയും കണ്ണൂർ ജില്ലയിലെയും അണികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ പുത്തുപറമ്പ് വെടിവെപ്പ് അവരുണ്ടാക്കിയ തെറ്റായ സമരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് സമ്മതിക്കാൻ CPM തയ്യാറാകുമോ? അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സത്യത്തിൽ കേന്ദ്രത്തിൽ ഏറ്റവും ഉയർന്ന തസ്തികയിൽ IB-യുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിന്റെ സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ മേഖലയിൽ, ആ ചുമതലയിൽ അദ്ദേഹം ചുരുങ്ങിയ ആഴ്ചകളെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെയാണ് അവിടുന്ന് റിലീവ് ചെയ്യിച്ച് അദ്ദേഹത്തിന് അവിടുന്ന് മാറാനുള്ള അനുമതി കൊടുത്ത് കേരളത്തിലേക്ക് ഒരു ചെറിയ സ്റ്റേറ്റിന്റെ DGP ആയിട്ട് വരുന്നത്. ഇത് ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ്, ഒരു അന്തർധാരയുടെ ഭാഗം തന്നെയാണ്. അത് എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ച് മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളുമായിട്ട് വരുന്നു.
ഭരണഘടനയെ പോലും അവഹേളിക്കാൻ തയ്യാറായിട്ടുള്ള, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിന് നേരെ, കേരളത്തിന്റെ സേന എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിക്കാൻ ഒരു വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്. ആ തെറ്റായ പ്രഖ്യാപനങ്ങളിൽ നിന്ന് തിരുത്താൻ സജി ചെറിയാനോട് KPCC ആവശ്യപ്പെടുകയാണ്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ 2ാം ചരമവാർഷിക ദിനം ജൂലൈ 18-ന് കോട്ടയത്ത് അത് സംസ്ഥാന തലത്തിൽ അനുസ്മരണം നടത്തുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം എല്ലാ ജില്ലകളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടക്കുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ട് തീരുമാനിച്ചു. കേരളത്തിന്റെ ജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിനെ തുറന്നു കാട്ടാനും അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ മാസം 4-ാം തീയതി മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയമായിട്ടുള്ള കൂട്ടായ്മയും സമര സംഗമങ്ങളും നടത്തുന്നതാണ്. അത് 4-ാം തീയതി പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അത് ആരംഭിക്കുന്നതാണ്. മറ്റു ജില്ലകളുടെ ഡേറ്റ് അറിയിക്കുന്നത്. ഞങ്ങളെല്ലാവരും പുതിയ KPCC ടീം തന്നെ, പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും UDF കൺവീനറും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതാണ്. വയനാട് ചൂരൽമലയിൽ ഉൾപ്പെടെ ദുരന്തമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോൺഗ്രസ് വീടുകളുണ്ട്. അപ്പോൾ അതിന്റെ ഫണ്ട് എത്രമാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്, അതെന്താണ്, എങ്ങനെയാണ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അത് വയനാടുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട അനുഭവമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് 100 വീടുകളാണ് വെച്ച് നൽകുക എന്ന് പറഞ്ഞത്. അത് AICCയുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതുവരെ നടന്നത്. 3 പ്ലോട്ടുകളാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊരു പ്ലോട്ടിന്റെ എല്ലാ രീതിയിലുള്ള കൈമാറ്റച്ചേർത്ത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിനാണ് തീരുമാനപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലോട്ടിന് ആരംഭിക്കാൻ. അപ്പോൾ ആ പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ളത് ഈ മാസം തന്നെ KICC നേതൃത്വവുമായി ബന്ധപ്പെട്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് നിയോജകമണ്ഡലമാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 100 വീടുകളിൽ ഈ ഫസ്റ്റ് ഞങ്ങൾ കണ്ടെത്തിയ പ്ലോട്ട് ഏതാണ്ട് 5.6 ഏക്കർ, അതായത് 5 ഏക്കർ 60 സെന്റ് സ്ഥലമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യഘട്ടം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വീടുകളുടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. മറ്റു കാര്യങ്ങളൊക്കെ KPCCയുമായി ആലോചിച്ച് അതുപോലെ AICCയുമായി ആലോചിച്ച് ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങാൻ കഴിയും. KPCC ആണ് അതിന്റെ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത്. വ്യക്തമായി പിന്നീട് പറയുന്നത്. അതിനകത്ത് ആപ്പുണ്ട്. ആപ്പിന് ആദ്യമേ ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ആർക്കും കിട്ടാവുന്ന ഒന്നാണ്. അപ്പോഴും ആപ്പ് ഓപ്പൺ ആണ്. ഫണ്ട് വ്യക്തമായിട്ടൊക്കെ പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്, തെറ്റെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ KPCCയുടെ ആപ്പിനകത്ത്. KPCC പ്രസിഡന്റിനോടാണ് ഇതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു ഫണ്ട് പിരിവ് നടത്തി. അപ്പൊ അത് ആ വീടിന്റെ ഈ പറഞ്ഞ 100 വീടിലാണോ ഈ 30 വീടുകൾ വരുന്നത്? ഒന്നിച്ചാണോ? അതെങ്ങനെയാണ് ആലോചിച്ചിട്ടില്ല. അത് ഓൾറെഡി വലിയൊരു ആരോപണങ്ങൾ നേരിട്ടുണ്ട്. 1.24 കോടി ശേഖരിച്ചു എന്നും ഇതുവരെ അതിനെപ്പറ്റി യാതൊരു കണക്കുകളും പുറത്തുവിടുന്നില്ല എന്നുള്ള വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ പരക്കൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പിരിച്ച അതിനെപ്പറ്റി ഇതുവരെ ഒരു വീടുകൾ പോലും ഒരു കാര്യം സോഷ്യൽ മീഡിയ മാധ്യമം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസിലെ കാര്യങ്ങളിൽ അവസാന വാക്ക് മാധ്യമങ്ങളാകുന്നത് പ്രയാസകരമാണ്. ഒരു ചാനലിലെ പേര് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളെ സ്ഥാനാർത്ഥികളെ തന്നെ നിശ്ചയിച്ചു. അതിൽ അനിൽകുമാർ ഉണ്ട്, സണ്ണി ജോസഫില്ല, അതെന്റെ പേര്. അനിൽകുമാറിൽ ലിജു PC വിഷ്ണുനാഥ് ഉണ്ട്. KPCC പ്രസിഡന്റ് ഒഴിവാക്കി. അല്ല പ്രസിഡന്റ്, അതിന്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് പറയൂ. എന്താണ് ആ 30 വീടുകളുടെ? എന്താണ് അതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ഇല്ല, അത് ഞാൻ വാഗ്ദാനം ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതാണ്. ഞങ്ങൾ ഒന്നാമത് തന്നെ സർക്കാരാണ് സ്ഥലം അലോട്ട് ചെയ്തത്. സർക്കാർ സ്ഥലം അലോട്ട് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ സ്ഥലം കണ്ടെത്തുണ്ടായിരുന്നു. ഇല്ല, അത് അതിനകത്തൊരു പെശകുണ്ട് പ്രസിഡന്റ്. അത് കോമൺ ആയിട്ട് ഒരു യോഗം വിളിച്ചിരുന്നു. VD സതീശൻ അടക്കം പ്രതിപക്ഷ നേതാവ്, വ്യവസായികൾ, സംരംഭകർ ഇത് സഹകരിക്കുന്ന ഒരു യോഗം വിളിച്ചു.
ഈ മറ്റേ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ എസ്റ്റേറ്റ് ഏറ്റെടുത്ത ശേഷം പൊതുവായിട്ടാണ് സർക്കാർ അത് നടത്തുന്നത്. ആ സ്ഥലം അവിടെ അനുവദിക്കുന്നു, അതിലാണ് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ഥലം അനുവദിച്ചില്ല. ഇവിടെയാണ് അപേക്ഷ നൽകിയത്. ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ചുമതലയുള്ള മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിശദാംശങ്ങൾ പുറത്ത് പറയുന്നു. രണ്ട് മൈക്കിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം താങ്കൾ അവിടെ പ്രതികരിച്ചിരുന്നു. കൺഫ്യൂഷനുണ്ട്, അപ്പൊ ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ. അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാം. സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന നടപടിയാണ് പലനേറ്റം പറഞ്ഞത്. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറത്ത് ആ വീടുകൾ തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല. മാത്രമല്ല, അക്കൗണ്ടിനെ സംബന്ധിച്ച് അവരോട് സൂചിപ്പിച്ചു, അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയാ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല, ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല. സ്ഥലം എപ്പോൾ ലഭിക്കുന്നു ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അതായത് രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ പിന്നെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതിന്റെ വ്യക്തത വരുന്നത് സർക്കാരുമായി സഹകരിച്ചല്ല, പ്രത്യേകിച്ച് ഭൂമി കണ്ടെത്തി അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസും വീടുകൾ പണിയുന്നത്. അപ്പൊ പിന്നെ എവിടെയാണ് അപേക്ഷ കൊടുത്തത്? ഇതിന്റെ ആദ്യം തുടങ്ങിയ സമയത്ത് അനുവദിക്കണമെന്ന് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം. ഞങ്ങൾ കരുതിയിരുന്നത് വീടുകളുടെ സ്പോൺസറിന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വെലങ്ങാട് MP എന്നുള്ള നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ അവിടെ വീടിന്റെ നിർമ്മാണം തുടങ്ങി. അപ്പൊ അവിടെ ഒന്നും സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ആർക്കും വെലങ്ങാട് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല. എന്നിട്ടിപ്പോ ഞങ്ങൾ തന്നെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. നമ്മൾ തറക്കല്ലിട്ടിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തിയിട്ട് ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും. അവിടെ യോഗം വിളിച്ചിരുന്നു, മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു. യോഗം വിളിച്ചതെല്ലാം സർക്കാരിലേക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ. ആ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പങ്കെടുത്തില്ല. യോഗത്തിന്റെ തീരുമാനം എന്താ, എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ യോഗം വിളിക്കുന്നത്. ഈ ജനങ്ങൾ കൊടുത്ത 720 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇന്നേ വരെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ എന്നാ തുടങ്ങിയത്? നിങ്ങൾ യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടല്ലോ, സർക്കാർ എന്നാ തുടങ്ങിയത്? സർക്കാർ സംവിധാനം മുഴുവൻ കയ്യിലുള്ള സർക്കാർ ഉദ്ദേശിക്കുന്നത് ആദ്യം മുതലേ പൂർണ്ണമായി കോൺഗ്രസും UDF-ഉം ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചാണ്. പക്ഷെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര രൂപയാണ് നൽകാൻ പോകുന്നത്, അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അവരിൽ ലാൻഡ് കണ്ടെത്തും, ഞങ്ങൾ പണം അവിടെ കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഏജൻസിക്ക് അവർ പണം കൊടുക്കുന്നു, ആ ഏജൻസി വർക്ക് നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് വന്നത്. അപ്പൊ പണം മുഴുവൻ അവര് ഗവൺമെന്റിലേക്ക് അടക്കുക, ഗവൺമെന്റ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നൊരു രീതി വന്നപ്പോഴാണ് UDF സ്വന്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച വീട് എത്രയാണോ, മുസ്ലിം ലീഗ് ഇതിനകം തന്നെ മാതൃകാപരമായിട്ട് തന്നെ സ്ഥലം കണ്ടെത്തിയ പ്രവൃത്തി ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ സ്ഥലം കണ്ടെത്തി അതിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കും. അത് ഗവൺമെന്റിന്റെ ഈ നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിലോ അതിൽ ക്രമക്കേടോ തടസ്സമൊന്നുമില്ല, മറിച്ച് ഈ മാത്രമേ ഉള്ളൂ എന്നാണ് ഷാഫി പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതും യാഥാർത്ഥ്യമാണ്. ഷാഫി പറയുന്നത് അതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ ഉൾപ്പെടെ വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി മാത്രമല്ലല്ലോ. അത് കഴിഞ്ഞു. അപ്പൊ വർക്കിംഗ് പ്രസിഡന്റ് നിലയിൽ ചോദിക്കുന്നതാണ്, ആ നിലയിലാണ് മറുപടി പറഞ്ഞത്. പ്രസിഡന്റ്, അതായത് കഴിഞ്ഞ മാസം ഈ മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയുണ്ട്. അതിൽ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിക്കേണ്ടത്, അതായത് അവർ സ്വന്തം നിലയിൽ സർക്കാർ ഈ പദ്ധതിയായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ വീട് വെച്ചു കൊടുക്കുന്നതിന് പദ്ധതിയാണ്. അപ്പൊ ഇതുപോലെ കോൺഗ്രസും ലീഗും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വീട് വെച്ച് നൽകാൻ തയ്യാറായി. ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു നിസ്സംഗ മനോഭാവമാണ് ഈ രീതിയിലേക്ക് എത്തിച്ചത്. നിങ്ങളെ വാക്കുന്നത് എന്താ? മുസ്ലിം ലീഗ് സംഘടന സ്വയമേവ കാശ് വിളിച്ചു, സ്വന്തമായിട്ട് കാശ് വിളിച്ച് അവർ വീട് വെച്ച് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് എന്താ കുഴപ്പം? അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അഭിനന്ദിക്കാം മുഖ്യമന്ത്രിയായിട്ട്. പക്ഷെ വിമർശിക്കല്ലേ ഉള്ളൂ പ്രസിഡന്റ്. പക്ഷെ അത് രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഗവൺമെന്റ് എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. വയനാട് രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ലെന്നും, കാരണം ആർക്ക് എന്താ ആവശ്യമുള്ളതിനനുസരിച്ച് ഗവൺമെന്റ് ഏജൻസികൾ വഴി, പ്രഖ്യാപിത ഏജൻസികൾ വഴി എത്തിക്കണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിൽ കാശ് പിരിച്ചു കൊടുക്കുന്നവർക്ക് ആ കാശിന്റെ യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് കേരളത്തിലെ 2018-19 വെള്ളപ്പൊക്കത്തിലെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കയും ദുരനുഭവം ഉള്ളവർക്ക് ഈ കാശിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് ചില നിബന്ധനകളും
ചില കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട്. അതായത് ഗവൺമെന്റ് വകമാറ്റി ചെലവാക്കുന്നു എന്നാണോ ആരോപണം? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറയിച്ചു. അല്ല, അതാണോ UDF ആരോപണം എന്നാണ് ചോദിക്കുന്നത്. UDF അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആരോപണമല്ല, റിയാലിറ്റി. ഈ DGP-യുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പം DGP വന്നതിനെ കുറിച്ച് പറഞ്ഞാൽ യൂത്തോറുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പക്ഷേ പറയുന്നത് DGP-യിലെ പ്രവർത്തിക്കട്ടെ, അത് ഇത്ര പ്രവർത്തിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറയൂ. അത് വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. വിവാദമാക്കിയത് പി ജയരാജനല്ലേ. ഞാൻ കണ്ണൂർ ജില്ലയെന്നല്ലേ വരുന്നത്, പി ജയരാജനല്ലേ. ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനല്ലോ, ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട സംഘടനാ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും ധൃതിയാറാൻ പോയി. ഈ പുനഃസംഘടന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അത് ആവശ്യ സമയത്ത് പറയും, വെളിപ്പെടുത്തും. ഇന്ന് അങ്ങനെ ഒരു കാരണം ആയിട്ടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത് ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് പോകും. അതിൽ ഒരു കാര്യം ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ വാർഡുകൾ അശാസ്ത്രീയമായിട്ടാണ് വാർഡുകൾ വെട്ടിമുറിച്ചിട്ടുള്ളത്. വണ്ടിയും സെക്കൻഡ്, ഇപ്പൊ പോളിംഗ് സ്റ്റേഷൻ 1300 വോട്ടർമാർക്കാണ് ഒരു വാർഡ് പോളിംഗ് സ്റ്റേഷൻ. ആ വാർഡിൽ 3 വോട്ട് ചെയ്യണം. വാർഡ്, ബ്ലോക്ക്, ജില്ല പഞ്ചായത്തുകൾക്ക് ഒരു വാർഡിലെ വോട്ടർ 3 വോട്ട് ചെയ്യണം. 1300 വോട്ടർമാർ വോട്ട് ചെയ്ത് വരുമ്പോ എത്ര സമയം? നിലമ്പൂരില് 1100 ആയിരുന്നു. അസംബ്ലി പാർലമെന്റ് ഇലക്ഷൻ 1100 ആണ്. സിംഗിൾ വോട്ടറുകളുടെ 1100 ആണ്. അതുകൊണ്ട് KPCC ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോടും സംസ്ഥാന സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ട് വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ വോട്ട് ചെയ്ത് പോകുന്നതിന് സാഹചര്യമൊരുക്കണം. ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം 1300-ൽ നിന്ന് 1000 അത് പരിമിതപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാന് വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ട് മേടിച്ചു. കുറെ കൊല്ലം മുമ്പ് വൈറ്റ് അല്ലാത്തൊരു ഷർട്ട് മേടിച്ചു. ഷാഫിക്കൊക്കെ ഒരു ക്ലാസ്സാ. അപ്പൊ ഞാൻ ഷർട്ട് തയ്പ്പിച്ചിട്ട്, അപ്പൊ എന്റെ മകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപിക. അന്നേരം പറഞ്ഞു, എന്റെ മകള് പറഞ്ഞു, സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലേറ്റിരിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകള് സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലേറ്റിരിക്കുന്നു. അപ്പൊ എനിക്കതൊരു ലെസനാണ്. എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്താണ്, ഇപ്പോഴും യൂത്താണ്. അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവർ പോകുന്നു. നല്ല അതിനൊന്നും ഞങ്ങൾ നമ്മളിടപെടുന്ന നോക്കുക. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് KPCC-ക്ക് ലഭിച്ച തുകയെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. ഒന്ന് പരിശോധിച്ച് പറയാനായിരുന്നു. അപ്പോഴത്തേക്ക് സമരം കഴിഞ്ഞുകൊണ്ടാണ്. ഇനി തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇവിടെ KPCC-ക്ക് ആ കാര്യത്തിന് വേണ്ടി ലഭിച്ചത് 4,13,10,040 രൂപയാണ്. 4,13,10,040 രൂപ. 4,13,10,040 രൂപ. ഇനി AICC-യുടെ കൂടെ സഹായത്തോടു കൂടി PCC പ്രഖ്യാപിച്ച വീടുകൾ, സ്ഥലം വാങ്ങി ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ എത്രയും വേഗം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഏതാണ്ട് നിന്നിട്ടുണ്ട്. ഇനി AICC-യുടെ സഹായത്തോടു കൂടി ആയിരിക്കും ബാക്കി കാര്യങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വായനാ വാരവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ സാഹിത്യ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാക്കളായ പ്രിയങ്കരനായ ശ്രീ GR ഇന്ദുഗോപൻ അവരുടെയും യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രിയങ്കരനായ ദുർഗാപ്രസാദ് അവരുടെയും ആദരിക്കുന്നതോടൊപ്പം പ്രിയദർശിനിയുടെ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യ ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരുടെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ
വർക്കിംഗ് പ്രസിഡന്റ്മാരായ പ്രിയങ്കനായ ശ്രീ AP അനിൽകുമാർ MLA, പ്രിയങ്കനായ ശ്രീ PC വിശ്വനാഥ് MLA, പ്രിയങ്കനും ഊർജ്ജസ്വലമായ ശ്രീ ഷാഫി പറമ്പിൽ MP, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആരംഭിച്ച കാലം മുതൽ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും കൊണ്ട് പ്രിയദർശിനിക്ക് ഊർജം പകർന്ന മലയാള സാഹിത്യ തറവാട്ടിലെ ഇപ്പോൾ കാരണവരും നമ്മളൊക്കെ എല്ലാവരും ഒരു ഗുരുനാഥനെ പോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ അവരുടെ, പ്രിയപ്പെട്ട ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ, 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആനോ എന്ന ഒരുപാട് പുതുമകളുള്ള, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നോവലിൻ്റെ ഗ്രന്ഥകർത്താവ്, എൻ്റെ പ്രിയ സഹോദരൻ കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകനുമായിരുന്ന ശ്രീ ഇന്ദുഗോപൻ അവരുടെ, ഞങ്ങളുടെ ചെങ്ങന്നൂർക്കാരനും നമ്മുടെ PC വിശ്വനാഥിൻ്റെ പഴയ വോട്ടറും, ചുരുങ്ങിയ കാലം കൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഒരുപാട് ശ്രദ്ധ നേടിയ കവിയുമായ സാഹിത്യ പ്രവർത്തകനുമായ ശ്രീ ദുർഗാ പ്രസാദ്, പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ നേതൃത്വം നൽകുന്ന ഒരു എഴുത്തുകാരൻ കൂടിയ ശ്രീ ബിന്നി, അതിൻ്റെ സെക്രട്ടറി ബിന്നി സാഗതി, ആദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിതനായതിന് ശേഷം KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ യോഗത്തിലേക്ക് പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ആദരണീയനായ, ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രിയപ്പെട്ട സൗമ്യനായ ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരെ വീണ്ടും ഞാനും സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു 18 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിലാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിന് തുടക്കം കുറിച്ചത്. അന്ന് അത് ഉദ്ഘാടനം ചെയ്ത്, ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത് കോൺഗ്രസിനെ ശക്തമായ ഭാഷയിൽ സാംസ്കാരിക രംഗത്തുള്ള കോൺഗ്രസിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ നടത്തി നമുക്ക് ആവേശം പകർന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് നമ്മുടെ പ്രഥമ സംരംഭത്തിൻ്റെ ഉദ്ഘാടകനായി വന്നത്. ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്ന് ജോർജ് ഓണക്കൂർ സാറിൻ്റേതായിരുന്നു. പിന്നീട് മലയാളത്തിലെ മഹാരഥന്മാരായ നിരവധി സാഹിത്യകാരന്മാരുടെ, വൈജ്ഞാനിക സാഹിത്യ രചയിതാക്കളുടെയൊക്കെ പുസ്തകങ്ങൾ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന് പ്രസിദ്ധീകരിക്കാൻ കഴിയും. ഇന്നുവരെ ഏതാണ്ട് 450-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിപുലമായ ഒരു പുസ്തക വിതരണ ശൃംഖലയും പ്രിയദർശിനിക്കുണ്ട് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് കുറേ കാലം ഈ കോവിഡ് കാലം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ മന്ദത പബ്ലിക്കേഷൻസിനുണ്ടായിരുന്നു. അതൊക്കെ കടന്ന് ശ്രീ K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് പഴകുളം മധുവിനെ വൈസ് ചെയർമാനാക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭരണസമിതി അംഗങ്ങളായുള്ള പബ്ലിക്കേഷൻ്റെ പ്രവർത്തനം വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലതയോട് മുന്നോട്ട് നീക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ്, അകാലത്തിൽ 49 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഊർജ്ജസ്വലനായ പ്രിയങ്കനായ ബിനുവിൻ്റെ അകാല വിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ മധു ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ അതിന് പകരമാണ് ഒരു ചെറിയ ഈ സ്ഥലമാറ്റം എന്ന് പറയുന്നതിലാണ് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് സന്തോഷമുള്ളത് 18 വർഷം മുമ്പ് ഇത് ആരംഭിച്ച, ഇതിന് പേരിടൽ കർമ്മം നടന്ന അന്ന് മുതൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. പുസ്തക പ്രസിദ്ധീകരണ പ്രസാധക രംഗം നമ്മുടെ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ അനിൽകുമാറിനൊക്കെ അറിയാം, വലിയ മത്സരമുള്ള ഒരു മേഖലയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും വായനയുടെ രംഗത്ത് അല്ലെങ്കിൽ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ് മലയാളികൾ വെച്ചു പുലർത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കൂടുതൽ തിളക്കമുള്ള ഒരു അധ്യായമായി അല്ലെങ്കിൽ പുസ്തക പ്രസാധന രംഗത്ത് തിളക്കമുള്ള ഒരു അധ്യായം സൃഷ്ടിക്കുവാൻ നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്നിവിടെ നേരത്തെ പറഞ്ഞ ഇന്ദുഗോപനെയും ദുർഗാ പ്രസാദിനെയും അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ
5 പ്രഗത്ഭരായ പുതിയ വാഗ്ദാനങ്ങളായി മാറുന്ന 5 ഗ്രന്ഥകർത്താക്കളുടെ പുസ്തകങ്ങളും നമ്മൾ KPCC പ്രസിഡന്റും മറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ്മാരും എല്ലാം കൂടി ഇവിടെ അതിൻ്റെ പുസ്തക പ്രകാശനവും നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രസിഡന്റ് തിരക്കുള്ള ദിവസമാണ് എങ്കിൽ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സന്മനസ് കാണിച്ചതിന് പ്രദർശനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. അവാർഡ് ജേതാവ് ശ്രീ GR ഇന്ദുഗോപന പ്രിയദർശിനിയുടെ ആദരവ് സമർപ്പിക്കുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ ദുർഗപ്രസാദിന് ആദരവ് നൽകുന്നു. പ്രിയദർശിനി വായനാ വാരത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന 5 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. പുസ്തക പ്രകാശനം നടക്കുന്ന സമയത്ത് എഴുത്തുകാർ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി പുകാർ മുതൽ വഞ്ചി വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് നിർവഹിക്കുന്നു. പുസ്തകത്തിന്റെ കോപ്പി ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അവറുകൾ. പുകാർ മുതൽ വഞ്ചി വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകത്തിന്റെ കോപ്പി ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അവറുകൾ. ഒറ്റശേഖരമംഗലം വിജയകുമാർ അവറുകളാണ് പുസ്തകത്തിന്റെ രചയിതാവ്. അടുത്തതായി നകുലൻ നന്ദനം എഴുതിയ നിലാവിലെ നീരാളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് നിർവഹിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി KA ബീന. നകുലൻ നന്ദനം എഴുതിയ നിലാവിലെ നീരാളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് നിർവഹിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി KA ബീന. നകുലൻ സാറിന്റെ നിലാവിന്റെ നീരാളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി KA ബീന. അടുത്തതായി സലീന സലാമുദ്ദീൻ രചിച്ച ദലമർമരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ MLA നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. സലീന സലാമുദ്ദീൻ രചിച്ച ദലമർമരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ MLA നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. സലീന സലാമുദ്ദീന്റെ മറ്റൊരു പുസ്തകം കൂടെ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അവസാനത്തെ അധ്യായം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായ KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥൻ MLA. ഏറ്റുവാങ്ങുന്നത് ശ്രീ പൈറ്റുവിള പപ്പൻ.
ഏറ്റുവാങ്ങുന്നതിനായി പന്തളം സുധാകരൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സുരേഷ് സാർ രചിച്ച അഗസ്ത്യ പച്ച എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MLA നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ മീര ആർ നായർ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷന്റെ കൃത്യമായ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നമുക്കെല്ലാം വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. മറുസമ്പാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് LP UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ സാഹിത്യ സമാജത്തിൽ പ്രസംഗത്തിന് ചേരുമ്പോൾ വീട്ടുകാർ എഴുതി തന്ന പ്രസംഗത്തിലെ ആദ്യത്തെ വാക്ക്, വായനാശീലത്തേക്കുള്ള പ്രസംഗത്തിലെ ആദ്യത്തെ വാക്ക് റീഡിംഗ് മേക്സ് എ മാൻ ഫുൾ, വായന ഒരുവനെ ജ്ഞാനസമ്പുഷ്ടനാക്കുന്നത്. അത് എഴുതി പഠിച്ച പ്രസംഗത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നീട് അത് മനസ്സിൽ തറച്ച വാക്കുകൾ തന്നെയാണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ, ഹൈസ്കൂൾ ക്ലാസ്സുകൾ പഠിച്ചപ്പോൾ മലയാളത്തിലെ പദ്യഭാഗം ഉണ്ടായിരുന്നു വായനയെ കുറിച്ച്. അതിങ്ങനെയായിരുന്നു: നല്ല പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥാലയത്തെ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരുള്ള ഒരു സർവകലാശാലയോട് ഉപമിക്കാം. നല്ല പുസ്തകങ്ങളുടെ ഒരു ഗ്രന്ഥാലയത്തെ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള പാണ്ഡിത്യം തെളിയിച്ച അധ്യാപകരുള്ള ഒരു സർവകലാശാലയോട് ഉപമിക്കാൻ സാധിക്കും. പുസ്തകത്തിന്റെ പ്രാധാന്യം ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ ലഭിച്ച വാക്കുകളാണ്. അത് ഞാനിവിടെ പരത്തി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും എല്ലാം വളർച്ചയിൽ എഴുത്തിനും വായനയ്ക്കും കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന പരാമർശനങ്ങളും പരാതികളും നിൽക്കുന്ന സ്ഥലത്താണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് തന്നെ അങ്ങനെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് നികത്താൻ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഡോക്ടർ സുമാർ അഴീക്കോട് സാറ് ഉദ്ഘാടനം ചെയ്ത വലിയൊരു പ്രസ്ഥാനമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ. കോൺഗ്രസിന്റെ ബഹുമുഖമായ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഈ പ്രവർത്തനം വളരെയൊന്നും പ്രചാരം നേടിയിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും പ്രസക്തമായ ഒരു പ്രവർത്തനമാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ ഇന്ദുഗോപനെയും ദുർഗപ്രസാദിനെയും അവർക്കൊരു ചെറിയ അംഗീകാരം, ഒരു ആദരവ്, ഒരു അനുമോദനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് ഇവിടെ സംസാരിക്കും. അതുപോലെ പുതിയ പുസ്തകങ്ങളുടെ രചയിതാക്കളെയും ആ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി സാധിച്ചു. നല്ല നല്ല പുസ്തകങ്ങളാണ്. വായിക്കാതെ അതിനെക്കുറിച്ച് ഞാൻ ഒരു കമന്റ് പറയുന്നത് ശരിയല്ല. ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള പുസ്തകം നന്നായിട്ട് വായിക്കുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവും ഡോക്ടർ MK മുനീർ ഒക്കെ വളരെ നന്നായിട്ട് വായിക്കുന്നവരാണ്. ഞങ്ങളെയും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്പീക്കർ ശ്രീ G. കാർത്തികേയൻ നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. MLA-മാർക്ക് 15,000 രൂപയുടെ പുസ്തകം സർക്കാരിന്റെ ചെറിയ വാങ്ങാം. അങ്ങനെ വാങ്ങി പുസ്തകം വായന തുടങ്ങിയവരുണ്ട്. നല്ല തിരക്കിനിടയിലും വായിച്ചു പോകുന്നവരുണ്ട്. നിയമസഭയിൽ വരുമ്പോൾ തന്നെ 1-2 പുസ്തകങ്ങൾ കൊണ്ടുവന്ന് നന്നായിട്ട് സഭാ സമ്മേളനങ്ങളിൽ പങ്കാളിയാവുമ്പോഴും വായനയും നന്നായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ചിലര് കല്യാണവും മരണവും ഒക്കെ ആയിട്ട് യാത്രകളൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ ഏതായാലും വായനയെ നമുക്ക് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം. ഈ പ്രിയദർശിനി പബ്ലിക്കേഷൻ അതിനെല്ലാം അവസരം ഒരുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജോർജ് ഓണക്കു സാറിനെ പോലുള്ള ആളുകളിലൂടെ പ്രസംഗിക്കാനുള്ളത് എനിക്ക് തിരക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുന്നിൽ നിന്ന് നയിക്കട്ടെ. രമേശ് ചെന്നിത്തലയും ശശിയേട്ടനും ഒക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഈ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.